നോളജ് ബിക്കംസ് ട്രൂലി വാല്യുബിൾ. എന്താ പറഞ്ഞത് ഇവിടെ കണ്ടോ? നോളജ് ബിക്കംസ് ട്രൂലി വാല്യുബിൾ. നോളജ് അറിവ് ബിക്കംസ് ആയിത്തീരുന്നു ട്രൂലി യഥാർത്ഥ വാല്യുബിൾ മൂല്യമുള്ള. അപ്പൊ എന്തായി? നോളജ് ബിക്കംസ് ട്രൂലി വാല്യുബിൾ. അറിവ് യഥാർത്ഥ മൂല്യമുള്ളതായിത്തീരുന്നു. അറിവ് യഥാർത്ഥ മൂല്യമുള്ളതായിത്തീരുന്നു. എപ്പോ? കണ്ടോളി, വെൻ. വെൻ എന്ന് പറഞ്ഞാൽ ബോൾ. ഓർമ്മയുണ്ടോ? ബോൾ. ശരി, വി നമ്മൾ. അപ്ലൈ. അപ്ലൈ എന്ന് പറയുന്ന വേർഡിന് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട്. അപേക്ഷിക്കുക, പ്രയോഗിക്കുക, പുരട്ടുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇപ്പൊ ഞാൻ പറയാണ് അപ്ലൈ ദ ക്രീം. അപ്ലൈ ദ ക്രീം. ക്രീം പുരട്ടുക എന്നായി. അപ്ലൈ ഫോർ ദ ജോബ്. അപ്ലൈ ഫോർ ദ ജോബ്. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്താണ് അപ്ലൈ, പ്രയോഗിക്കുക എന്നായി. അപ്പൊ എന്തായി? ഇവിടെ കണ്ടോ? വെൻ വി അപ്ലൈ, നമ്മൾ പ്രയോഗിക്കുമ്പോൾ. ബോൾ. നമ്മൾ പ്രയോഗിക്കുമ്പോൾ എന്തെന്നോ? ഇറ്റ്. ഇത് അറിവാണ്, അറിവ്. അപ്പൊ ഇത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ അല്ലേ? വെൻ വി അപ്ലൈ ഇറ്റ്, ഇത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ. ഇൻ എവ്രിഡേ ലൈഫ്, നിത്യജീവിതത്തിൽ. ഇവിടെ ഉണ്ടോ? ഇൻ എവ്രിഡേ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നിന്നായി. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ ഒന്ന് അർത്ഥം വെച്ച് നോക്കാം. നോളജ് ബിക്കംസ് ട്രൂലി വാല്യുബിൾ വെൻ വി അപ്ലൈ ഇറ്റ് ഇൻ എവ്രിഡേ ലൈഫ്. നിത്യജീവിതത്തിൽ ഇത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ അറിവ് യഥാർത്ഥ മൂല്യമുള്ളതായി തീരുന്നു എന്നായി. അതങ്ങനെ തന്നെയല്ലേ? നമുക്ക് ഒരുപാട് അറിവ് ഉണ്ടായിട്ട് കാര്യമില്ല. അത് നമ്മൾ നിത്യജീവിതം ഉപയോഗിക്കണം. അപ്പോഴത് അത് നമുക്കൊരു ഉപകാരമുള്ളതാകും അല്ലേ? ഒരുപാട് പഠിച്ചു, സ്പോക്കൺ ഇംഗ്ലീഷ് ഒരുപാട് പഠിച്ചു, പഠിച്ച കാര്യങ്ങൾ പറയാൻ മടി. വല്ല കാര്യമുണ്ടോ? നല്ല പഠിച്ചു, എല്ലാ സ്ട്രക്ചേഴ്സും എല്ലാ കാര്യങ്ങളും പഠിച്ച് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഒരു മടിയും കൂടാതെ പ്രയോഗിക്കണം. അപ്പോഴേ അതുകൊണ്ട് ഒരു ഉപകാരമുള്ളൂ. ഇനി അടുത്താണ് പീപ്പിൾ. അടുത്ത സെന്റൻസ് ആട്ടോ. പീപ്പിൾ, ജനങ്ങൾ. പീപ്പിൾ ജനങ്ങൾ. ഹു. ഇവിടെ ഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നർത്ഥം. എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളും അല്ല. നമ്മൾ ഇവിടെ ഹു ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക കൂട്ടം ജനങ്ങളെ കുറിച്ച് എടുത്തു പറയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഹു എന്ന് പറഞ്ഞാൽ അവർ എന്നർത്ഥം. ഇപ്പൊ ശരിയാക്കി തരാം. റിമെയിൻ. റിമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തുടരുക എന്നാണ്. റിമെയിൻ, തുടരുക. ക്യൂരിയസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡ് കേട്ടോ. ക്യൂരിയസ്. ക്യൂരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം എന്നാണ്. കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യത്തെയാണ് നമ്മൾ എന്താ പറയുക? ക്യൂരിയസ് എന്ന് പറയാം. അതുകൊണ്ടാണ് കുട്ടികളല്ലേ, കുട്ടികൾ ക്യൂരിയസ് എന്ന് പറയാനുള്ള കാരണമാണ്. കുട്ടികൾ എന്താണ്? ക്യൂരിയസ് ആണ്. ചിൽഡ്രൻ ആർ ക്യൂരിയസ് അല്ലേ? പലപ്പോഴും കുട്ടികൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കും അല്ലേ? അച്ഛാ, ഓട്ടോറിക്ഷയ്ക്ക് 3 ടയറല്ലേ ഉള്ളൂ? അതെ. അതെന്താ? അതുപോലെ അച്ഛന് അമ്മയെ പോലെ വലിയ മുടിയൊന്നുമില്ലല്ലോ? അതെന്താ? ക്യൂരിയസ്. എന്താണ്? ക്യൂരിയസ് ആണ്. അപ്പോൾ ആണോ പീപ്പിൾ ഹൂ റിമെയിൻ ക്യൂരിയസ്. അറിയാനുള്ള താല്പര്യം തുടർന്നു കൊണ്ടുപോകുന്നവർ. ഇവിടെ ഉണ്ടോ? അവർ. അറിയാനുള്ള താല്പര്യം തുടർന്നു കൊണ്ടുപോകുന്നവർ. അറിയാനുള്ള താല്പര്യം തുടർന്നു കൊണ്ടുപോകുന്നവർ. ആസ്ക് തോട്ട്ഫുൾ ക്വസ്റ്റ്യൻസ്. ചിന്താപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ. ആൻഡ് അതുപോലെ ലേൺ, പഠിക്കുക. ഫ്രം ഇൽ നിന്ന് ദയർ എക്സ്പീരിയൻസസ്, അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നവർ. അപ്പോൾ പറഞ്ഞ് 3 കാര്യങ്ങളാണ്. ഒന്നാണ് എന്താണ്? അറിയാനുള്ള താല്പര്യം തുടർന്നു കൊണ്ടുപോകുന്നവർ, ചിന്താപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ, അതുപോലെ അവരുടെ അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്നവരും ഓഫൺ പഠിക്കുന്നവരും പലപ്പോഴും മേക്ക് ഡിസിഷൻ. അവിടെ കണ്ടോ? മേക്ക് ഡിസിഷൻ. ഇത് അങ്ങനത്തെ പഠിച്ചു കേട്ടോ. മേക്ക് ഡിസിഷൻ, തീരുമാനങ്ങൾ എടുക്കുക എന്നർത്ഥം. മേക്ക് ഡിസിഷൻ, തീരുമാനങ്ങൾ എടുക്കുക അല്ലേ? പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തോന്നു ഇവിടെ ഉണ്ടോ? ഒരു വേർഡ് വന്നു, വൈസർ എന്ന് പറഞ്ഞാൽ കൂടുതൽ വിവേകമുള്ള എന്നാണ്. കൂടുതൽ ബുദ്ധിയുള്ള, വിവേകമുള്ള. അപ്പം എന്തായി? ഇവിടെ നമ്മൾ മുകളിൽ പറഞ്ഞ ആളുകളല്ലേ അവർ കൂടുതൽ വിവേകമുള്ള ആൾ. അവർ പലപ്പോഴും കൂടുതൽ വിവേകമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നായി അല്ലേ? അവർ പലപ്പോഴും കൂടുതൽ വിവേകമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ്. മനസ്സിലായല്ലോ? അത് മനസ്സിലായി. ഇനി അടുത്താണ്
ഇവിടെ കണ്ടോളൂ. ഇൻസ്റ്റീഡ് ഓഫ് ഫിയറിങ് മിസ്റ്റേക്സ്. ഇൻസ്റ്റീഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം എന്നാണ്. ഇൻസ്റ്റീഡ് ഓഫ് പകരം, ഫിയറിങ് പേടിക്കുക, മിസ്റ്റേക്സ് എന്നാണ് തെറ്റുകൾ. അപ്പം എന്താ, ഈ തെറ്റുകളെ പേടിക്കുന്നതിന് പകരം, ഇൻസ്റ്റീഡ് ഓഫ് ഫിയറിങ് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകളെ പേടിക്കുന്നതിന് പകരം ദേ അവർ ട്രീറ്റ് കൈകാര്യം ചെയ്യുക എന്നാണ്. ദേ ട്രീറ്റ് അവർ കൈകാര്യം ചെയ്യുന്നു ദെം അവയെ, അവയാണ് മിസ്റ്റേക്സ് തെറ്റുകൾ. അപ്പം അവർ അവയെ കൈകാര്യം ചെയ്യുന്നു ആസ് പോലെ വാല്യുബിൾ ലെസൺസ് മൂല്യമുള്ള പാഠങ്ങളെ പോലെ, മൂല്യമുള്ള പാഠങ്ങളെ പോലെ ഫോർ ഫ്യൂച്ചർ സക്സസ്. ഫോറിന് വേണ്ടി, ഫ്യൂച്ചർ ഭാവിയിലെ സക്സസ് വിജയം. എന്താ, ഭാവിയിലെ വിജയത്തിന് വേണ്ടി, ഭാവിയിലെ വിജയത്തിന് വേണ്ടി അവർ അവയെ മൂല്യമുള്ള പാഠങ്ങളെ പോലെ കൈകാര്യം ചെയ്യുന്നു അല്ലേ. അപ്പൊ പേടിക്കുന്നതിന് പകരം, തെറ്റുകളെ പേടിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, നമ്മുടെ ഭാവിയിലെ വിജയത്തിന് വേണ്ടി അവയെ, ആ തെറ്റുകൾ എന്ത് ചെയ്യണം എന്നറിയോ, മൂല്യമുള്ള പാഠങ്ങളെ പോലെ കൈകാര്യം ചെയ്യണം. അതാണ് പറയുന്നത്. ഡെവലപ്പിംഗ് ഗുഡ് ഹാബിറ്റ്സ്, നല്ല ശീലങ്ങൾ വികസിപ്പിക്കുന്നത് എന്നാണ്. നല്ല ശീലങ്ങൾ വികസിപ്പിക്കുന്നത്, ഡെവലപ്പിംഗ് ആണ് വികസിപ്പിക്കുന്നത്, ഗുഡ് ഹാബിറ്റ്സ് നല്ല ശീലങ്ങൾ. അപ്പോൾ നല്ല ശീലങ്ങൾ വികസിപ്പിക്കുന്നത് മാനേജിങ് ടൈം ഇഫക്റ്റീവ്ലി. ഇഫക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലപ്രദമായി. അതുപോലെ മാനേജ് എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നാണ് അല്ലേ. അപ്പോൾ മാനേജിങ് ടൈം ഇഫക്റ്റീവ്ലി ഫലപ്രദമായി സമയം നിയന്ത്രിക്കുന്നതും, ആൻഡ് അതുപോലെ റെസ്പെക്റ്റിംഗ് ബഹുമാനിക്കുക അല്ലെ, അതേഴ്സ് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതും. ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? അത് പറഞ്ഞു എന്താണ്? ഡെവലപ്പിംഗ് ഗുഡ് ഹാബിറ്റ്സ് നല്ല ശീലങ്ങൾ വികസിപ്പിക്കുന്നത്, മാനേജിങ് ടൈം ഇഫക്റ്റീവ്ലി ഫലപ്രദമായി സമയം നിയന്ത്രിക്കുന്നതും, അതുപോലെ റെസ്പെക്റ്റിംഗ് അതേഴ്സ് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതും, ക്രിയേറ്റ്സ് സൃഷ്ടിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളും സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു എന്തൊരു ഒരു സ്ട്രോങ് ശക്തമായ ഫൗണ്ടേഷൻ അടിത്തറ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഒരു ശക്തമായ അടിത്തറ സൃഷ്ടിക്കുന്നു. എന്തിനു വേണ്ടി അറിയോ? ഫോർ വേണ്ടി പേഴ്സണൽ വ്യക്തിപരമായ ഗ്രോത്ത് വളർച്ച. അപ്പം എന്തായി? വ്യക്തിപരമായ വളർച്ചയ്ക്ക് വേണ്ടി ഈ മൂന്ന് കാര്യങ്ങളും എന്താണ് ഒരു ശക്തമായ അടിത്തറ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനല്ലേ? തീർച്ചയായിട്ടും. ഇനി അടുത്താണ് കണ്ടുള്ളൂ ഈഫ് അല്ലേ. ഈഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നർത്ഥം, എങ്കിൽ. അതുപോലെ ഇവിടെ ഉണ്ടോ യു ഹാവ് എന്ന് പറഞ്ഞാൽ നിനക്കുണ്ട് അല്ലേ, നിനക്കുണ്ട്. ഇഫ് യു ഹാവ് നിനക്കുണ്ടെങ്കിൽ അല്ലേ, ഇഫ് യു ഹാവ് നിനക്കുണ്ടെങ്കിൽ. സ്ട്രോങ് വിൽ ശക്തമായ വിൽ ഉണ്ടെങ്കിൽ. ഇവിടെ വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ പവർ ആട്ടോ. വിൽ എന്ന് പറഞ്ഞാൽ വിൽ പവർ ആണ്. ഇവിടെ ആ ചെയ്യും എന്നുള്ള വില്ലല്ലേ, അതല്ല. ഇതിവിടെ വില്ലാണ്, വിൽ നൗൺ. സ്പെല്ലിംഗ് സെയിം ആണ്. ഇതിവിടെ നൗൺ ആണ്. വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃശക്തി എന്നാണ്, മനഃശക്തി, വിൽ പവർ. അപ്പോൾ എന്താണ്? ഇഫ് യു ഹാവ് സ്ട്രോങ് വിൽ, നിങ്ങൾക്ക് ശക്തമായ മനഃശക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശക്തമായ വിൽ പവർ ഉണ്ടെങ്കിൽ. അതുപോലെ എൻഡ്യൂറൻസ്, ഇത് വളരെ മനോഹരമായ വേർഡാണ് എൻഡ്യൂറൻസ്. ഇത് ഒന്ന് രണ്ട് തവണ കേട്ടു എന്ന് വിചാരിച്ച് ഇത് പഠിക്കാൻ കഴിയില്ല, ഇത് വീണ്ടും വീണ്ടും മറന്നു പോകും. അപ്പോൾ എൻഡ്യൂറൻസ് പറഞ്ഞാൽ എന്താ പറയുക? എൻഡ്യൂറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സഹനശക്തി എന്നാണ്. സഹനശക്തി, ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവില്ലേ, സഹനശക്തി, അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ശക്തമായ വിൽ പവർ ഉണ്ടെങ്കിൽ, അതുപോലെ സഹനശക്തി ഉണ്ടെങ്കിൽ, ആൻഡ് അതുപോലെ പെർസീവറൻസ്. ഇത് വളരെ മനോഹരമായ ഒരു വേർഡാണ് പെർസീവറൻസ്. പെർസീവറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരത എന്നാണ്. സ്ഥിരത എന്ന് വെച്ചാൽ നിർത്താതെ തുടർന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ തുടർച്ചയായ പരിശ്രമം എന്ന് പറയാം. തുടർച്ചയായ പരിശ്രമം, സ്ഥിരത എന്ന് പറയും. അപ്പം ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നർത്ഥം. ഇഫ് യു ഹാവ് സ്ട്രോങ് വിൽ, എൻഡ്യൂറൻസ് ആൻഡ് പെർസീവറൻസ്, നിങ്ങൾക്ക് ശക്തമായ വിൽ പവർ, അതുപോലെ സഹനശക്തി അല്ലേ, അതുപോലെ എന്താണ് സ്ഥിരത, ഈ മൂന്നും ഉണ്ടെങ്കിൽ യു ക്യാൻ, നിങ്ങൾക്ക് കഴിയും. ഓവർകം എന്ന് പറഞ്ഞാൽ ഓവർകം എന്ന് പറഞ്ഞാൽ മറികടക്കുക എന്നാണ്, മറികടക്കുക. അപ്പോൾ യു ക്യാൻ ഓവർകം, നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നതായി.
യു ക്യാൻ ഓവർകം, നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ കഴിയുന്ന അല്ലേ. ആൻഡ് അതുപോലെ അച്ചീവ്, നേടാൻ കഴിയും മീനിങ് ഫുൾ ഗോൾ, അർത്ഥമുള്ള ലക്ഷ്യങ്ങൾ, അർത്ഥമുള്ള ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ കഴിയുന്നു. ആൻഡ് അതുപോലെ ഇൻസ്പയർ, പ്രചോദിപ്പിക്കാൻ കഴിയുന്നവരാണ്. പ്രചോദിപ്പിക്കാൻ കഴിയും അതേഴ്സ്, മറ്റുള്ളവരെ, ത്രൂ ലൂടെ, നിങ്ങളുടെ പോസിറ്റീവ് ആക്ഷൻസ്, നല്ല പ്രവൃത്തികൾ അല്ലേ. അപ്പോൾ നിങ്ങളുടെ നല്ല പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ നിങ്ങൾ കഴിയുന്നത് അങ്ങനല്ലേ. അത് സത്യമാണ് അല്ലേ. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ മറികടക്കാനും അതുപോലെ അർത്ഥമുള്ള ലക്ഷ്യങ്ങൾ നേടാനും അതുപോലെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതുപോലെ വെച്ച് നോക്കുക. ഓക്കെ, നൗ യു ക്യാൻ ടേക്ക് ദ സ്ക്രീൻഷോട്ട്. ഓക്കെ, താങ്ക് യു എവരിവൺ.